ആകാശം കറുത്തിരുണ്ടിരുന്നു. കൊച്ചിയിലെ ആ വലിയ കോടതിയുടെ പടികളിൽ തകർന്നു നിൽക്കുമ്പോൾ മായയുടെ മനസ്സ് ആ ആകാശത്തേക്കാൾ ശൂന്യമായിരുന്നു. തൊട്ടുമുന്നിലൂടെ തൻ്റെ 30 വർഷത്തെ ജീവിതം ഒരു ആഡംബര കാറിൽ കയറി ദൂരേക്ക് പോകുന്നത് അവൾ നോക്കി നിന്നു. അത് അവളുടെ മുൻ ഭർത്താവ് രാഘവനായിരുന്നു. റിയൽ എസ്റ്റേറ്റ് രാജാവ് എന്നറിയപ്പെടുന്ന രാഘവൻ. അയാളുടെ കൂടെ ചിരിച്ചുല്ലസിച്ച് വക്കീലന്മാരും അയാളുടെ പുതിയ കൂട്ടുകാരിയും ഉണ്ടായിരുന്നു. മായ തൻ്റെ പഴയ കാറിൻ്റെ ഡോർ തുറന്നു. വിറക്കുന്ന കൈകളോടെ അവൾ സ്റ്റിയറിംഗിൽ പിടിച്ചു. 30 വർഷം, ഒരു പെണ്ണിൻ്റെ ആയുസ്സിലെ ഏറ്റവും നല്ല കാലമത്രയും അവൾ അയാൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അയാളുടെ ബിസിനസ് പടുത്തുയർത്താൻ സ്വന്തം സ്വർണവും അധ്വാനവും നൽകി. പക്ഷേ ഒടുവിൽ കോടതി വിധിച്ച ആ 15 ലക്ഷം രൂപയുമായി അവൾ പടികളിറങ്ങുമ്പോൾ രാഘവൻ പുച്ഛത്തോടെയാണ് നോക്കിയത്. 30 വർഷം നീ എൻ്റെ കൂടെ ജീവിച്ചില്ലേ, അതിനുള്ള പ്രതിഫലമായി നീ ഇതിനെ കരുതിക്കോ എന്നായിരുന്നു അയാളുടെ കണ്ണിലെ ഭാവം. വിശ്വസിച്ചവരോട് ഒപ്പിട്ട് നൽകിയ ഓരോ കടലാസും ഇന്നവൾക്ക് കുരുക്കായി മാറിയിരിക്കുന്നു. മഴ കനത്തു. കാറിൻ്റെ ഗ്ലാസ്സിലൂടെ പുറത്തെ കാഴ്ചകൾ മങ്ങിക്കൊണ്ടിരുന്നു. മായ തൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എങ്ങോട്ടെന്നില്ലാതെ ഒരു യാത്ര. അവളുടെ മനസ്സിൽ പഴയ ഓർമ്മകൾ തിരതല്ലി. സാധാരണക്കാരനായ രാഘവനെ ഇന്നത്തെ നിലയിലെത്തിക്കാൻ അവൾ എത്രമാത്രം കഷ്ടപ്പെട്ടു. വീടുപണിയും ബിസിനസ് കണക്കുകളും ഒരുപോലെ നോക്കി അയാളുടെ കരുത്തായി നിന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി അയാൾ തന്നെ ചതിക്കുകയായിരുന്നു എന്ന് അവൾ വൈകിയാണ് അറിഞ്ഞത്. സ്വന്തം മകൾ സ്നേഹ പോലും അച്ഛൻ്റെ പണത്തിൻ്റെ കൂടെ നിന്നു. അമ്മ, അച്ഛൻ പറയുന്നത് കേൾക്ക്, അമ്മയ്ക്ക് പ്രായമായില്ലേ എന്ന് മകൾ പറഞ്ഞ വാക്കുകൾ മായയുടെ ഉള്ളിൽ ഒരു കനലായി എരിഞ്ഞു. കൊച്ചി നഗരം വിട്ട് അവൾ ദേശീയപാതയിലൂടെ വണ്ടിയോടിച്ചു. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും ഒളിച്ചോടുകയില്ല, മറിച്ച് തൻ്റെ നഷ്ടപ്പെട്ട അഭിമാനം എവിടെയെങ്കിലും ബാക്കിയുണ്ടോ എന്ന് തിരയുകയായിരുന്നു അവൾ. ഒടുവിൽ അവൾ എത്തിയത് തൻ്റെ പഴയ തറവാട്ടിലാണ്. വർഷങ്ങളായി ആരും താമസിക്കാതെ കാടുപിടിച്ച് കിടക്കുന്ന ആ വീട് അവളുടെ ഏക ആശ്രയമായി മാറി. തറവാടിൻ്റെ ഉമ്മറത്തിരിക്കുമ്പോൾ തോറ്റുപോയവൾ എന്ന ഭാരം അവളെ വല്ലാതെ അലട്ടിയിരുന്നു. പിറ്റേന്ന് രാവിലെ തറവാട്ടിലെ മാറാല് പിടിച്ച മുറികൾ വൃത്തിയാക്കുന്നതിനിടയിലാണ് മായ ആ പഴയ മരപ്പെട്ടി കണ്ടത്. അവളുടെ വലിയമ്മ ഭാനുമതിയമ്മയുടെ പെട്ടിയായിരുന്നു അത്. കൗതുകത്തോടെ അത് തുറന്ന മായയുടെ കണ്ണുകൾ വിടർന്നു. തുണികളിൽ പൊതിഞ്ഞുവെച്ച ചില പഴയ ചിത്രത്തുന്നലുകളും ഒരു ഡയറിയും അതിലുണ്ടായിരുന്നു. ഭാനുമതിയമ്മ പണ്ട് പാലക്കാട്ടെ തറവാട്ടിലിരുന്ന് ചെയ്തിരുന്ന ആ അത്ഭുതകരമായ നൂൽവിദ്യകൾ. ഇന്നത്തെ കാലത്ത് ആരും കാണാത്ത തരം എംബ്രോയിഡറി ഡിസൈനുകൾ ആ ഡയറിയിൽ വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. പഴയ മഞ്ഞിച്ച കടലാസുകളിൽ വലിയമ്മ വരച്ചു വെച്ചിരുന്ന ആ ഡിസൈനുകൾക്ക് ഒരു മാന്ത്രിക സൗന്ദര്യമുണ്ടായിരുന്നു. 1990കളിൽ വലിയമ്മ മായയ്ക്ക് വേണ്ടി മാത്രം കുറിച്ചുവെച്ച ചില പ്രത്യേക നെയ്ത്തുരീതികളും തുന്നൽ വിദ്യകളും ആ ഡയറിയിലുണ്ടായിരുന്നു. പെട്ടിയുടെ അടപ്പിൻ്റെ ഉൾവശത്ത് ഒളിപ്പിച്ചു വെച്ച നിലയിൽ ഒരു പഴയ കത്തും അവൾ കണ്ടെത്തി. 1990കളിൽ വലിയമ്മ എഴുതിയ ആ വിൽപത്രത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: എൻ്റെ ഈ പ്രത്യേക നൂൽവിദ്യകളും ഇതിലൂടെ ലഭിക്കുന്ന എല്ലാ അവകാശങ്ങളും എൻ്റെ ഏക പേരക്കുട്ടിയായ മായയ്ക്ക് മാത്രമുള്ളതാണ്. ഇത് അവളുടെ സ്വന്തം സമ്പാദ്യമായിരിക്കും. ആ നിമിഷം മായയുടെ ശ്വാസമൊന്ന് നിലച്ചു. രാഘവൻ തട്ടിയെടുത്ത കോടികളേക്കാൾ വലിയൊരു നിധി വലിയമ്മ അവൾക്കായി ഇവിടെ കാത്തുവെച്ചിരുന്നു. 30 വർഷം മുമ്പ് താൻ മറന്നുപോയ തൻ്റെ ഉള്ളിലെ ആ പഴയ സർഗശേഷി വീണ്ടും ഉണരുകയായിരുന്നു. ആ പഴയ ഡയറിയിലെ മങ്ങിയ അക്ഷരങ്ങൾ മായയുടെ കണ്ണുകളെ ഈറനണിയിച്ചു. തോറ്റുകൊടുക്കാൻ തയ്യാറല്ലെന്ന ഉറച്ച ആ തീരുമാനം അവളുടെ ഉള്ളിൽ ആദ്യമായി ഒരു കനലായി ജ്വലിച്ചു. അവൾ ആ ഡയറി മാറോട് ചേർത്തു പിടിച്ചു. രാഘവൻ തന്നെ തെരുവിലേക്ക് എറിഞ്ഞത് തന്നെ തകർക്കാനാണെങ്കിൽ ഇതേ തെരുവിൽ നിന്ന് ഒരു പുതിയ സാമ്രാജ്യം ഞാൻ പടുത്തുയർത്തുമെന്ന് അവൾ പ്രതിജ്ഞ ചെയ്തു. തൻ്റെ കയ്യിലുള്ള 15 ലക്ഷം രൂപ കേവലം ഒരു കൂലിയല്ല, മറിച്ച് ലോകമറിയാൻ പോകുന്ന മായ ക്രിയേഷൻസിൻ്റെ വിത്താണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവിടെ ആ പഴയ തറവാടിൻ്റെ ഉമ്മറത്ത് വെച്ച് മായ എന്ന പെണ്ണിൻ്റെ പുതിയൊരു ജന്മം തുടങ്ങുകയായിരുന്നു. പ്രായം തളർത്താത്ത ആവേശത്തോടെ നഷ്ടപ്പെട്ട ആത്മാഭിമാനം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിൻ്റെ ആദ്യ ചുവട് അവൾ അവിടെ കുറിച്ചു. പഴയ തറവാടിൻ്റെ ഇരുളടഞ്ഞ മുറികളിൽ നിന്ന് കണ്ടെത്തിയ ആ മരപ്പെട്ടിയും ഭാനുമതിയമ്മയുടെ ഡയറിയും മായയുടെ ഉള്ളിൽ പുതിയൊരു പ്രകാശം നിറച്ചു. രാഘവൻ തനിക്ക് നൽകിയ ആ 15 ലക്ഷം രൂപ കേവലം ഒരു തുകയല്ല, മറിച്ച് തൻ്റെ പുതിയ ജീവിതത്തിനുള്ള മൂലധനമാണെന്ന് അവൾ ഉറപ്പിച്ചു.
എന്നാൽ 30 വർഷം വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയ ഒരു സ്ത്രീക്ക് ഈ പ്രായത്തിൽ ഒരു ബിസിനസ് തുടങ്ങുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. നാട്ടുകാരുടെ പരിഹാസവും പ്രായത്തിൻ്റെ അവശതകളും അവളെ തളർത്താൻ ശ്രമിച്ചു. ഈ വയസ്സുകാലത്ത് നിനക്കിതിൻ്റെ വല്ല കാര്യവുമുണ്ടോ മായേ എന്ന് ചോദിച്ചവരോട് പുഞ്ചിരി കൊണ്ട് മാത്രം അവൾ മറുപടി നൽകി. തൃശ്ശൂർ നഗരത്തിന് പുറത്ത് ദേശീയ പാതയോരത്ത് കാടുപിടിച്ചു കിടന്ന ഒരു പഴയ കെട്ടിടം മായയുടെ കണ്ണിൽപ്പെട്ടു. വർഷങ്ങളായി അടഞ്ഞുകിടന്ന ആ കെട്ടിടം വിൽപ്പനയ്ക്കിട്ടതായിരുന്നു. തൻ്റെ കൈവശമുള്ള തുകയുടെ വലിയൊരു ഭാഗം നൽകി അവൾ ആ കെട്ടിടം സ്വന്തമാക്കി. അവിടെ അവൾ മായ ക്രിയേഷൻസ് എന്ന ബോർഡ് സ്ഥാപിച്ചു. രാഘവൻ തട്ടിയെടുത്ത ആഡംബരങ്ങളെക്കാൾ വലിയൊരു സ്വപ്നം ആ ചെറിയ ബോർഡിൽ തെളിഞ്ഞു നിന്നു. തുടക്കത്തിൽ മായ തനിച്ച് തന്നെയായിരുന്നു അധ്വാനിച്ചത്. കെട്ടിടത്തിലെ മാറാല നീക്കിയും തറ തുടച്ചു മിനുക്കിയും അവൾ ആ പഴയ കെട്ടിടത്തിന് ജീവൻ നൽകി. തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വലിയമ്മയുടെ ആ പഴയ തുന്നൽ മെഷീനും നൂൽപ്പെട്ടികളും അവൾ അവിടെ ഒരുക്കി വെച്ചു. ഭാനുമതി അമ്മയുടെ ഡയറിയിൽ വിവരിച്ചിരുന്ന ആ പ്രത്യേക നൂൽവിദ്യകൾ പരീക്ഷിക്കാനായിരുന്നു മായയുടെ തീരുമാനം. 1990കളിൽ വലിയമ്മ രൂപപ്പെടുത്തിയെടുത്ത ആ ഡിസൈനുകൾ ഇന്ന് ലോകം മറന്നുപോയവയായിരുന്നു. പ്രകൃതിദത്തമായ ചായങ്ങൾ ഉപയോഗിച്ചുള്ള നൂലുകളും കൈകൊണ്ട് മാത്രം തുന്നിയെടുക്കുന്ന പ്രത്യേക എംബ്രോയിഡറി രീതികളും മായ പുനരാവിഷ്കരിച്ചു. ആദ്യത്തെ കുറച്ചു വസ്ത്രങ്ങൾ മായ സ്വയം ഡിസൈൻ ചെയ്ത് തുന്നിയെടുത്തു. സാരികളിലും കുർത്തകളിലും അവൾ വലിയമ്മയുടെ ആ പഴയ നൂൽവിദ്യകൾ സമന്വയിപ്പിച്ചു. പഴമയുടെ പ്രൗഢിയും ആധുനികതയുടെ സ്റ്റൈലും ഒത്തുചേർന്ന ആ വസ്ത്രങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. എന്നാൽ കട തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ ആരും തന്നെ വന്നില്ല. വഴിയിലൂടെ പോകുന്നവർ കൗതുകത്തോടെ നോക്കുമെന്നല്ലാതെ ആരും ഉള്ളിലേക്ക് കയറാൻ തയ്യാറായില്ല. പക്ഷേ മായ തളർന്നില്ല. തൻ്റെ കഴിവിലും വലിയമ്മയുടെ അറിവിലും അവൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. ഒരു വൈകുന്നേരം മഴ നനഞ്ഞ് ഒരു യാത്രിക മായയുടെ കടയിലേക്ക് കയറി വന്നു. കൊച്ചിയിൽ നിന്നുള്ള ഒരു യുവ ഫാഷൻ ബ്ലോഗറായിരുന്നു അവൾ. കടയിൽ പ്രദർശിപ്പിച്ചിരുന്ന വസ്ത്രങ്ങളിലെ തുന്നൽ പണികൾ കണ്ട അവൾ അമ്പരന്നുപോയി. ഇത്രയും മനോഹരമായ വർക്കുകൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതെന്താണ് ഈ ഡിസൈനിൻ്റെ പേര് എന്ന് അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. ഭാനുമതിയമ്മയുടെ ആ പഴയ നൂൽവിദ്യകളെക്കുറിച്ച് മായ വിവരിച്ചപ്പോൾ ആ പെൺകുട്ടി അത് വീഡിയോയിൽ പകർത്തി. അവൾ മായയെയും ആ വസ്ത്രങ്ങളെയും കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു. അതൊരു വിസ്ഫോടനമായിരുന്നു. പിറ്റേന്ന് മുതൽ മായയുടെ കടയിലേക്ക് അന്വേഷണങ്ങളുടെ പ്രവാഹമായി. ഭാനുമതിയമ്മയുടെ കഴിവ് മായയുടെ കൈകളിലൂടെ എന്ന തലക്കെട്ടോടെ ആ വീഡിയോ ഇൻ്റർനെറ്റിൽ വൈറലായി. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വസ്ത്രങ്ങൾ തേടി ആളുകൾ എത്തിത്തുടങ്ങി. ആഡംബര കടകളിലെ മിനുമിനുത്ത വസ്ത്രങ്ങളെക്കാൾ മായയുടെ കൈത്തറി വസ്ത്രങ്ങളിലെ ആത്മാവ് ആളുകൾ തിരിച്ചറിഞ്ഞു. തിരക്ക് വർദ്ധിച്ചതോടെ മായ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കണ്ട് നാട്ടിലെ പാവപ്പെട്ട 5-6 സ്ത്രീകൾ സഹായത്തിനെത്തി. മായ അവർക്ക് വലിയമ്മയുടെ തുന്നൽ വിദ്യകൾ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അതൊരു ചെറിയ തൊഴിൽശാലയായി മാറി. തന്നെ പോലെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകളെ കൂടെ കൂട്ടാനാണ് മായ ശ്രദ്ധിച്ചത്. അതോടെ മായ ക്രിയേഷൻസ് വെറുമൊരു കടയല്ല, മറിച്ച് ഒരു കൂട്ടം സ്ത്രീകളുടെ അതിജീവനത്തിൻ്റെ കേന്ദ്രമായി മാറി. ലാഭം വർദ്ധിച്ചതോടെ മായ തൻ്റെ ബിസിനസ് വ്യാപിപ്പിച്ചു. ഓൺലൈൻ സൈറ്റുകൾ വഴിയും വിദേശ രാജ്യങ്ങളിലേക്കും ഓർഡറുകൾ സ്വീകരിച്ചു തുടങ്ങി. പണ്ട് രാഘവൻ്റെ വിരുന്നുകൾക്കായി വസ്ത്രങ്ങൾ ഒരുക്കിയിരുന്ന മായയുടെ കൈകൾ ഇന്ന് സ്വന്തം സാമ്രാജ്യത്തിൻ്റെ അധിപയായി മാറി. രാവിലെ മുതൽ രാത്രി വരെ അവൾ തൻ്റെ ഫാക്ടറിയിൽ സ്ത്രീകളോടൊപ്പം പണിയെടുത്തു. ആ അധ്വാനം അവൾക്ക് നൽകിയത് കോടികളല്ല, മറിച്ച് താൻ ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന വലിയ ആത്മവിശ്വാസമായിരുന്നു. നഗരത്തിലെ തൻ്റെ ശീതീകരിച്ച ഓഫീസിലിരുന്ന് രാഘവൻ ഈ വാർത്തകൾ അറിയുന്നുണ്ടായിരുന്നു. താൻ ചവിട്ടിമെതിച്ച മായ ഇന്ന് ഒരു വലിയ ബിസിനസ് റാണിയായി മാറുന്നത് അയാൾക്ക് സഹിക്കാനായില്ല. അവൾ തൻ്റെ കാലു പിടിച്ചു വരുമെന്ന് കരുതിയ അയാൾക്ക് മുന്നിൽ മായ അഭിമാനത്തോടെ തല ഉയർത്തി നിന്നു. തൻ്റെ പഴയ മാരുതി കാറിന് പകരം മായയുടെ യൂണിറ്റിന് മുന്നിൽ ഇന്ന് വലിയ ഡെലിവറി വാനുകൾ വന്നു നിൽക്കുന്നു. മായയുടെ ഓരോ വസ്ത്രത്തിന് പിന്നിലും ഒരു കഥയുണ്ടായിരുന്നു, അതിജീവനത്തിൻ്റെ കഥ. ഭാനുമതി അമ്മയുടെ ആ പഴയ നൂൽപ്പെട്ടിയിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഫാഷൻ ബ്രാൻഡായി വളർന്നു. 60-ാം വയസ്സിലും ഒരു പെണ്ണിന് വിപ്ലവം സൃഷ്ടിക്കാമെന്ന് മായ തെളിയിച്ചു. രാഘവൻ തട്ടിയെടുത്ത കൊട്ടാരത്തേക്കാൾ മനോഹരമായ ഒരു സാമ്രാജ്യം അവൾ തൻ്റെ വിരലുകൾ കൊണ്ട് തുന്നിയെടുത്തു കഴിഞ്ഞിരുന്നു. മായ ക്രിയേഷൻസ് ഒരു വൻ വിജയമായി മാറിയതോടെ രാഘവൻ്റെ ഉള്ളിലെ അഹങ്കാരത്തിന് വലിയ മുറിവേറ്റു. താൻ ഒന്നുമല്ലാതെ തെരുവിലേക്ക് എറിഞ്ഞ ഒരു സ്ത്രീ തൻ്റെ സാമ്രാജ്യത്തേക്കാൾ പ്രശസ്തി നേടുന്നത് അയാൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മായയുടെ വളർച്ച തൻ്റെ ബിസിനസ് പ്രതിച്ഛായയെ ബാധിക്കുന്നുണ്ടെന്നും
അവൾ നേടിയ വിജയം യഥാർത്ഥത്തിൽ താൻ നൽകിയ 15 ലക്ഷം രൂപയുടെ ഫലമാണെന്നും അയാൾ വിശ്വസിച്ചു. മായയെ തകർക്കാൻ രാഘവൻ തൻ്റെ അധികാരവും പണവും ഉപയോഗിച്ച് പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു. അപ്രതീക്ഷിതമായ ഒരു ദിവസമാണ് മകൾ സ്നേഹ മായയുടെ യൂണിറ്റിലെത്തിയത്. മകളെ കണ്ടപ്പോൾ മായയുടെ ഉള്ളിൽ മാതൃസഹജമായ ഒരു സന്തോഷം മിന്നിമറഞ്ഞെങ്കിലും സ്നേഹയുടെ മുഖഭാവം കടുപ്പമേറിയതായിരുന്നു. അവൾ വന്നത് സ്നേഹം പങ്കുവെക്കാനായിരുന്നില്ല, മറിച്ച് അച്ഛൻ്റെ ദൂതയായിട്ടായിരുന്നു. അമ്മ ഈ കാണിക്കുന്നത് അച്ഛനോടുള്ള വെല്ലുവിളിയാണ്. ഈ യൂണിറ്റ് നിർത്തണം. അച്ഛൻ്റെ ബിസിനസ് സുഹൃത്തുക്കൾ ഇതിനെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നുണ്ട്. അമ്മക്ക് പണമാണ് പ്രശ്നമെങ്കിൽ ഞാൻ തരാം, പക്ഷേ ഇത് അച്ഛൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. സ്നേഹയുടെ വാക്കുകൾ മായയുടെ ഉള്ളിൽ തറച്ചു. താൻ തകർന്നു പോയപ്പോൾ തിരിഞ്ഞു നോക്കാത്ത മകൾ ഇന്ന് അച്ഛൻ്റെ അഹങ്കാരത്തിന് വേണ്ടി വാദിക്കുന്നത് കണ്ടപ്പോൾ മായയുടെ ഉള്ളൊന്നു പിടഞ്ഞു. മായ പറഞ്ഞു, ഇത് എൻ്റെ അധ്വാനമാണ്, ആരുടെയും ഔദാര്യമല്ല. സ്നേഹ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയെങ്കിലും അതൊരു വലിയ യുദ്ധത്തിൻ്റെ തുടക്കമാണെന്ന് മായ തിരിച്ചറിഞ്ഞിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മായയുടെ കൈകളിലേക്ക് കോടതിയിൽ നിന്നുള്ള ഒരു നോട്ടീസ് എത്തി. രാഘവൻ മായക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. മായ ഉപയോഗിക്കുന്ന ആ അപൂർവമായ നൂൽവിദ്യകളും എംബ്രോയിഡറി ഡിസൈനുകളും രാഘവൻ്റെ കുടുംബത്തിൻ്റെ ബിസിനസ് രഹസ്യങ്ങളാണെന്നും വിവാഹമോചന ഉടമ്പടി പ്രകാരം അതിൻ്റെ അവകാശം അയാൾക്കും കൂടി ഉണ്ടെന്നുമാണ് വാദം. മായയുടെ വിജയത്തിൻ്റെ ലാഭവിഹിതം തനിക്ക് വേണമെന്നും അല്ലെങ്കിൽ യൂണിറ്റ് പൂട്ടിക്കണമെന്നുമാണ് രാഘവൻ്റെ ആവശ്യം. നഗരത്തിലെ ഏറ്റവും പ്രശസ്തരായ വക്കീലന്മാരെയാണ് രാഘവൻ അണിനിരത്തിയത്. മായയാകട്ടെ തൻ്റെ സത്യസന്ധതയിൽ വിശ്വസിച്ച് ഒരു യുവ വക്കീലിനെ കേസേൽപ്പിച്ചു. ജില്ലാ കോടതിയിലെ തിരക്കേറിയ മുറിയിൽ കേസ് ആരംഭിച്ചു. രാഘവൻ തൻ്റെ വില കൂടിയ സ്യൂട്ടുമണിഞ്ഞ് അഹങ്കാരത്തോടെ മുൻസീറ്റിലിരുന്നു. മകൾ സ്നേഹയും അയാൾക്കൊപ്പം തന്നെയുണ്ടായിരുന്നു. രാഘവന്റെ വക്കീൽ വാദിച്ചു, യുവർ ഓണർ, എതിർകക്ഷി നടത്തുന്ന ഈ ബിസിനസ് രാഘവൻ സാറിന്റെ പണം കൊണ്ട് തുടങ്ങിയതാണ്. അവർ ഉപയോഗിക്കുന്ന ഡിസൈനുകൾ രാഘവൻ സാറിന്റെ കുടുംബ ബിസിനസിന്റെ ഭാഗമാണ്. അത് രഹസ്യമായി കൈക്കലാക്കിയതാണ്. ജഡ്ജി മായയുടെ ഭാഗം കേൾക്കാൻ തയ്യാറായി. മായ ശാന്തയായി എഴുന്നേറ്റ് നിന്നു. അവളുടെ കയ്യിൽ തറവാട്ടിലെ ആ പഴയ പെട്ടിയിൽ നിന്ന് കിട്ടിയ മഞ്ഞിച്ച കടലാസുകൾ അടങ്ങിയ ഫയലുണ്ടായിരുന്നു. മായയുടെ വക്കീൽ ആ രേഖകൾ കോടതിക്ക് കൈമാറി. അത് 1990കളിൽ പാലക്കാട് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് തയ്യാറാക്കിയ ഒരു വിൽപത്രമായിരുന്നു. ഭാനുമതി അമ്മ തൻ്റെ മരണത്തിന് മുമ്പ് തയ്യാറാക്കിയ ആ രേഖയിൽ വ്യക്തമായി എഴുതിയിരുന്നു, എൻ്റെ ഈ കൈത്തറി വിദ്യകളും ഡിസൈനുകളും എൻ്റെ ഏക പേരക്കുട്ടിയായ മായക്ക് മാത്രമുള്ളതാണ്. അവളുടെ വിവാഹത്തിന് മുമ്പേ അവൾക്ക് ലഭിച്ച സ്വകാര്യ സ്വത്താണിത്. 1990കളിലെ സ്റ്റാമ്പ് പേപ്പറിൽ ഭാനുമതി അമ്മയുടെ ഒപ്പോടുകൂടി തയ്യാറാക്കിയ ആ വിൽപത്രം രാഘവന്റെ എല്ലാ വാദങ്ങളെയും തകർത്തു കളഞ്ഞു. വിവാഹത്തിന് മുമ്പ് ഒരു സ്ത്രീക്ക് ലഭിച്ച പാരമ്പര്യ സ്വത്തിൽ ഭർത്താവിന് യാതൊരു അവകാശവുമില്ലെന്ന നിയമം രാഘവനെ വെട്ടിലാക്കി. രാഘവന്റെ വക്കീൽ വിയർക്കാൻ തുടങ്ങി. ഈ രഹസ്യവിദ്യകളും ഡിസൈനുകളും മായയുടെ തനതായ പാരമ്പര്യ സ്വത്താണെന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇതിൽ രാഘവന് യാതൊരു അവകാശവുമില്ല. ഈ കേസ് തള്ളിക്കളയുന്നു. ജഡ്ജിയുടെ വിധി വന്നതോടെ കോടതി മുറിയിൽ ചെറിയൊരു മുറുമുറുപ്പുണ്ടായി. രാഘവന്റെ മുഖം കറുത്തു. അയാൾ ദേഷ്യത്തോടെ പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി. എന്നാൽ മായ അയാളുടെ അടുത്ത് ചെന്ന് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, രാഘവൻ, നീ പണം കൊണ്ട് എല്ലാം വാങ്ങാമെന്ന് കരുതി. പക്ഷേ പണം കൊടുത്തു വാങ്ങാൻ പറ്റാത്ത ഒന്നാണ് പാരമ്പര്യവും ആത്മാഭിമാനവും. എൻ്റെ വീട് നീ തട്ടിയെടുത്തു, പക്ഷേ എൻ്റെ വിരൽത്തുമ്പിലെ ഈ വിദ്യ നിനക്ക് തട്ടിയെടുക്കാൻ പറ്റില്ല. മകൾ സ്നേഹ അമ്മയുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചെങ്കിലും മായ ആ കൈകൾ തട്ടിമാറ്റി. നീ നിന്റെ അച്ഛൻ്റെ പക്ഷത്താണല്ലോ, അവിടെ തന്നെ നിൽക്കൂ. മായ പഴയ മായയല്ലെന്ന് നിനക്കും നിന്റെ അച്ഛനും ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. തല ഉയർത്തിപ്പിടിച്ച് കോടതിയുടെ പടികളിറങ്ങുമ്പോൾ മായ കണ്ടത് തന്നെ കാത്തുനിൽക്കുന്ന തൻ്റെ യൂണിറ്റിലെ സ്ത്രീകളെയാണ്. അവരുടെ കണ്ണുകളിലെ തിളക്കം മായക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. കോടതിയിലെ ഈ പരാജയം രാഘവന്റെ തകർച്ചയുടെ തുടക്കമായിരുന്നു. മായയെ പൂട്ടിക്കാൻ വേണ്ടി അയാൾ നടത്തിയ നിയമവിരുദ്ധമായ നീക്കങ്ങൾ ആദായനികുതി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാളുടെ സാമ്രാജ്യത്തിൽ റെയ്ഡുകൾ നടന്നു. പണവും പദവിയും ഉള്ളപ്പോൾ മാത്രം കൂടെ നിന്നിരുന്നവർ ഓരോരുത്തരായി അയാളെ ഉപേക്ഷിച്ചു തുടങ്ങി. എന്നാൽ മായയാകട്ടെ ആ വിധിക്ക് ശേഷം കൂടുതൽ കരുത്തോടെ തൻ്റെ സാമ്രാജ്യം വിപുലീകരിച്ചു. സത്യം തൻ്റെ കൂടെയുണ്ടെന്ന ഉറച്ച ബോധ്യം അവൾക്ക് പുതിയ ചിറകുകൾ നൽകി. ഒരു പെണ്ണിനെ തകർക്കാൻ നോക്കിയ രാഘവൻ അവൾ പടുത്തുയർത്തിയ സത്യത്തിൻ്റെ കോട്ടയ്ക്ക് മുന്നിൽ പതറിപ്പോയി. കോടതിയിലെ ഐതിഹാസിക വിജയത്തിന് ശേഷം മായയുടെ ജീവിതം ഒരു കൊടുങ്കാറ്റ് പോലെ മാറിമറിഞ്ഞു.
മായ ക്രിയേഷൻസ് എന്ന ബ്രാൻഡ് കേരളത്തിൻ്റെ അതിരുകൾ ഭേദിച്ച് അന്താരാഷ്ട്ര വിപണിയിലേക്ക് ചുവടുവെച്ചു. എന്നാൽ അതേസമയം രാഘവന്റെ ജീവിതത്തിൽ വലിയൊരു തകർച്ചയുടെ കരിനിഴൽ വീണു തുടങ്ങിയിരുന്നു. മായയെ തകർക്കാൻ അയാൾ നടത്തിയ നിയമവിരുദ്ധമായ നീക്കങ്ങളും സ്വാധീനം ഉപയോഗിച്ചുള്ള കള്ളക്കേസുകളും ആദായനികുതി വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടു. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ നഗരത്തിലെ റിയൽ എസ്റ്റേറ്റ് രാജാവിൻ്റെ ഓഫീസുകളിൽ ആദായനികുതി വകുപ്പിൻ്റെ മിന്നൽ പരിശോധന നടന്നു. വർഷങ്ങളായി അയാൾ മറച്ചുവെച്ച നികുതി വെട്ടിപ്പുകളും ബിനാമി ഇടപാടുകളും ഓരോന്നായി പുറത്തു വന്നു. മായയെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിടുവിച്ച പല ആധാരങ്ങളും നിയമവിരുദ്ധമാണെന്ന് തെളിഞ്ഞു. ലക്ഷക്കണക്കിന് രൂപയുടെ പിഴയും കേസുകളും വന്നതോടെ രാഘവന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെട്ടു. പണത്തിന്റെ പ്രതാപത്തിൽ അയാൾ കൂടെ കൂട്ടിയിരുന്ന കൂട്ടുകാരിയും ബിസിനസ് പങ്കാളികളും ഒരൊറ്റ രാത്രി കൊണ്ട് അയാളെ ഉപേക്ഷിച്ചു പോയി. രാഘവന്റെ ബിസിനസ് തകർന്നതോടെ മകൾ സ്നേഹയുടെ ആഡംബര ജീവിതത്തിനും തടസ്സം നേരിട്ടു. തൻ്റെ അച്ഛൻ ഒരു ചതിയനായിരുന്നുവെന്നും അമ്മയെ ക്രൂരമായി വേട്ടയാടിയതാണെന്നും വൈകിയാണെങ്കിലും അവൾ തിരിച്ചറിഞ്ഞു. ഇതിനിടയിൽ രാഘവന്റെ ആഡംബര വീട് ബാങ്ക് ലേലത്തിന് വെക്കാൻ പോകുന്നുവെന്ന വാർത്ത മായ അറിഞ്ഞു. താൻ 30 വർഷം വിയർപ്പൊഴുക്കി പടുത്തുയർത്തിയ ആ വീട് അന്യർ കൈക്കലാക്കുന്നത് കാണാൻ മായയ്ക്ക് കഴിഞ്ഞില്ല. തൻ്റെ ബിസിനസ്സിൽ നിന്ന് ലഭിച്ച ലാഭം ഉപയോഗിച്ച് മായ ആ വീട് ലേലത്തിൽ പിടിച്ചു. നാട്ടുകാർ കരുതിയത് മായ ആ വീട്ടിലേക്ക് രാജകീയമായി തിരിച്ചുവരുമെന്നാണ്. എന്നാൽ അവൾ ചെയ്തത് മറ്റൊന്നായിരുന്നു. ആ വലിയ കൊട്ടാരം അവൾ സാന്ത്വനം കേന്ദ്രം എന്ന പേരിൽ ഒരു പുനരധിവാസ കേന്ദ്രമായി മാറ്റി. ഭർത്താക്കന്മാരാലോ മക്കളാലോ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്ക് അഭയം നൽകുന്ന ഒരിടമായി ആ വീട് മാറി. എന്നാൽ ആ വീടിന്റെ മുറ്റത്തുള്ള ചെറിയ ഔട്ട് ഹൗസിൽ മാത്രം അവൾ ആരെയും താമസിപ്പിച്ചില്ല. ഒരു വൈകുന്നേരം രോഗബാധിതനായി തളർന്ന രാഘവൻ തന്റെ പെട്ടിയുമായി ആ ഔട്ട് ഹൗസിലേക്ക് വന്നു. എല്ലാം നഷ്ടപ്പെട്ട് പണമില്ലാതെ ശരീരം തളർന്നു പോയ അയാൾക്ക് മായ നൽകിയ ഔദാര്യമായിരുന്നു ആ ചെറിയ താമസം. ജനലിലൂടെ നോക്കുമ്പോൾ തൻ്റെ പഴയ വലിയ വീടിൻ്റെ പൂമുഖത്ത് സാന്ത്വനം എന്ന ബോർഡ് തൂങ്ങുന്നതും താൻ ചവിട്ടിമെതിച്ച മായ ആ സ്ത്രീകളുടെ നടുവിൽ ആത്മവിശ്വാസത്തോടെ നടക്കുന്നതും അയാൾക്ക് കാണാമായിരുന്നു. താൻ വിതച്ചതേ താൻ കൊയ്യുന്നുള്ളൂ എന്ന് അയാൾക്ക് മനസ്സിലായി. മകൾ സ്നേഹ വീണ്ടും മായയെ കാണാൻ വന്നു. ഇത്തവണ അവൾ പണത്തിനല്ല, മറിച്ച് മാപ്പിനായിട്ടാണ് വന്നത്. അമ്മ, അച്ഛന് സുഖമില്ല. ഒരു ചെറിയ പക്ഷാഘാതം വന്ന് കൈകാലുകൾ തളർന്നു പോയി. അമ്മ ഒന്ന് വന്ന് കാണണം, സ്നേഹ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മായ ശാന്തമായി ഫയലുകൾ നോക്കിക്കൊണ്ട് മറുപടി നൽകി. 30 വർഷം ഞാൻ അയാളെ പൊന്നുപോലെ നോക്കിയതാണ്. അന്ന് അയാൾക്ക് ആരോഗ്യമുള്ളപ്പോൾ എനിക്ക് പകരം അയാൾക്ക് മറ്റൊരാളെ മതിയായിരുന്നു. ഇന്ന് അയാൾ തളർന്നപ്പോൾ നീ എന്തിനാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്? അയാൾ ചെയ്തത് മറക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ഒരു മനുഷ്യനെന്ന നിലയിൽ അയാൾക്ക് വേണ്ട മരുന്നും ഭക്ഷണവും അവിടെ കിട്ടും. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലപ്പുറം എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട. സ്നേഹ തരിച്ചു നിന്നുപോയി. മായയുടെ മായ ക്രിയേഷൻസ് ഇപ്പോൾ യൂറോപ്പിലെ ഫാഷൻ വീക്കുകളിൽ പോലും ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. ഭാനുമതിയമ്മയുടെ ആ പഴയ നൂൽവിദ്യകൾ ലോകം മുഴുവൻ പടർന്നു. പക്ഷേ മായ പഴയ തറവാട്ടിലെ ആളിനെ പോലെ തന്നെ തുടർന്നു. ലാഭത്തിൻ്റെ വലിയൊരു വിഹിതം അവൾ പാവപ്പെട്ട പെൺകുട്ടികളുടെ പഠനത്തിനായി നീക്കിവെച്ചു. താൻ അനുഭവിച്ച ഒറ്റപ്പെടൽ മറ്റൊരു പെണ്ണിനും ഉണ്ടാകരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒരു വൈകുന്നേരം മായ ആദ്യമായി ഔട്ട് ഹൗസിലേക്ക് നടന്നു. രാഘവൻ ഒരു ചാരുകസേരയിൽ ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. മായ വരുന്നത് കണ്ടപ്പോൾ അയാൾ പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും ശരീരം വഴങ്ങിയില്ല. അയാൾ വിറക്കുന്ന കൈകൾ കൂപ്പി മായയോട് യാചിച്ചു. നീ ജയിച്ചു മായേ. ഞാൻ നിന്നെ തോൽപ്പിക്കാൻ നോക്കി, നിന്റെ എല്ലാം തട്ടിയെടുത്തു. പക്ഷേ നിന്റെ ഉള്ളിലെ ഈ കനലിനെ എനിക്ക് കാണാൻ പറ്റിയില്ല. ഇന്ന് എനിക്ക് ആരുമില്ല. നീ തന്ന ഈ ഔദാര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അയാളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങി. മായ അയാളെ ശാന്തമായി നോക്കി നിന്നു. രാഘവൻ, ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യാൻ വന്നതല്ല. നീ എന്നെ തെരുവിലേക്ക് എറിഞ്ഞപ്പോൾ എനിക്ക് മരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ നിമിഷമാണ് ഞാൻ എന്നെ കണ്ടെത്തിയത്. നിന്നോട് ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്നില്ല. കാരണം നീ ചെയ്തത് അത്രക്ക് വലിയ ക്രൂരതയായിരുന്നു. പക്ഷേ ഞാൻ നിന്നെ വെറുക്കുന്നില്ല. കാരണം വെറുക്കാൻ പോലും എനിക്ക് നിന്നോട് സ്നേഹമില്ലാതായിരിക്കുന്നു. നീ ഇവിടെ കഴിഞ്ഞോളൂ. നിനക്ക് വേണ്ട സഹായങ്ങൾ അവിടെ എത്തും. മായ പതുക്കെ പുറത്തേക്ക് നടന്നു. പുറകിൽ രാഘവന്റെ തേങ്ങൽ കേൾക്കാമായിരുന്നു. പക്ഷേ അവൾ തിരിഞ്ഞു നോക്കിയില്ല. 58-ാം വയസ്സിൽ ഒന്നുമില്ലാതെ തുടങ്ങിയ ഒരു പെണ്ണ് 60-ാം വയസ്സിൽ ഒരു സാമ്രാജ്യത്തിന്റെ റാണിയായി മാറിയ ചരിത്രം അവിടെ പൂർണ്ണമാക്കുന്നു. മായ തന്റെ തറവാട്ടിലെ ഭാനുമതി അമ്മയുടെ ഫോട്ടോക്ക് മുന്നിൽ ഒരു പുതിയ വസ്ത്രം സമർപ്പിച്ചു. നിങ്ങൾ തന്ന ആ നൂൽവിദ്യകൾ വെറുമൊരു ഡിസൈൻ ആയിരുന്നില്ല.
അത് എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ആത്മാഭിമാനമായിരുന്നു. അവളുടെ കണ്ണുകൾ തിളങ്ങി. കാലം അതിൻ്റെ പ്രയാണം തുടർന്നു. സാന്ത്വനം കേന്ദ്രത്തിലെ അന്തേവാസികൾക്കും യൂണിറ്റിലെ തൊഴിലാളികൾക്കും മായ വെറുമൊരു ബിസിനസ്സുകാരി ആയിരുന്നില്ല, മറിച്ച് അവരുടെ മായമ്മ ആയിരുന്നു. തൻ്റെ 60കളിലും മായ കാണിച്ച ചുറുചുറുക്ക് ചെറുപ്പക്കാരെ പോലും അതിശയിപ്പിക്കുന്നതായിരുന്നു. മായ ക്രിയേഷൻസ് ഇപ്പോൾ വെറുമൊരു വസ്ത്രവ്യാപാര സ്ഥാപനമല്ല, മറിച്ച് കേരളത്തിൻ്റെ പാരമ്പര്യത്തെയും സ്ത്രീശക്തിയെയും അടയാളപ്പെടുത്തുന്ന ഒരു വലിയ പ്രസ്ഥാനമായി മാറിയിരുന്നു. ഒരു ദിവസം മായയുടെ ഫോണിലേക്ക് ഒരു വിദേശ കോളെത്തി. അത് ലോകപ്രശസ്തമായ പാരീസ് ഫാഷൻ വീക്കിൻ്റെ സംഘാടകരിൽ നിന്നായിരുന്നു. ഇന്ത്യയിലെ തനതായ കൈത്തറി വിദ്യകളെ ആഗോളതലത്തിൽ അവതരിപ്പിക്കാൻ അവർ മായയെ ക്ഷണിച്ചിരിക്കുന്നു. തൻ്റെ വലിയമ്മ ഭാനുമതിയമ്മയുടെ ആ പഴയ ഡയറിയിലെ ഡിസൈനുകൾ പാരീസിലെ റാമ്പുകളിൽ പ്രദർശിപ്പിക്കപ്പെടുക എന്നത് മായയെ സംബന്ധിച്ചിടത്തോളം സ്വപ്നതുല്യമായ ഒന്നായിരുന്നു. പാരീസിലേക്കുള്ള യാത്രയ്ക്ക് മുന്നോടിയായി മായ ഒരു വലിയ തീരുമാനമെടുത്തു. താൻ മാത്രം വിജയിച്ചാൽ പോരാ, തന്നെ പോലെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ നൂറുകണക്കിന് സ്ത്രീകൾക്ക് ഈ നേട്ടം പങ്കുവെക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളിലായി മായ പുതിയ നെയ്ത്തുഗ്രാമങ്ങൾ ആരംഭിച്ചു. യന്ത്രങ്ങൾക്കപ്പുറം മനുഷ്യൻ്റെ കൈപുണ്യത്തിന് വിലയുണ്ടെന്ന് അവൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. മായയുടെ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഓരോ വസ്ത്രത്തിലും അത് നിർമ്മിച്ച സ്ത്രീയുടെ പേരും അവരുടെ ചെറിയൊരു ജീവിതകഥയും അടങ്ങുന്ന ടാഗുകൾ അവൾ നിർബന്ധമാക്കി. നിങ്ങൾ ധരിക്കുന്നത് വെറുമൊരു വസ്ത്രമല്ല, ഒരു പെണ്ണിൻ്റെ അതിജീവനത്തിൻ്റെ കഥയാണ് എന്ന സന്ദേശം ലോകം ഏറ്റെടുത്തു. പാരീസിലെ വലിയ ഫാഷൻ വേദിയിൽ മായയുടെ വസ്ത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ ലോകമെഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. പട്ടുനൂലുകളും തനതായ ചായങ്ങളും ചേർത്ത് മായ ഒരുക്കിയ ഭാനുമതി കളക്ഷൻസ് അവിടുത്തെ ഡിസൈനർമാരെ അമ്പരപ്പിച്ചു. ചടങ്ങിൽ മായയെ ആദരിക്കുമ്പോൾ അവൾ സംസാരിച്ചത് മലയാളത്തിലായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന 15 ലക്ഷം രൂപയേക്കാൾ ഞാൻ വിശ്വസിച്ചത് എൻ്റെ വലിയമ്മ തന്ന അറിവിനെയാണ്. തകർന്നു എന്ന് ലോകം കരുതിയപ്പോൾ ഞാൻ എന്നെ തന്നെ കണ്ടെത്തുകയായിരുന്നു. മായയുടെ വാക്കുകൾ കേട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അവളെ ഇന്ത്യയുടെ കൈത്തറി റാണി എന്ന് വിശേഷിപ്പിച്ചു. വിദേശത്തെ വിജയത്തിന് ശേഷം തിരിച്ചെത്തിയ മായയെ കാത്തിരുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു. ഔട്ട് ഹൗസിലെ ചാരുകസേരയിൽ ഇരുന്ന രാഘവൻ മായയുടെ വിജയവാർത്തകൾ പത്രത്തിലൂടെ വായിക്കുകയായിരുന്നു. പക്ഷാഘാതം വന്ന് തളർന്ന കൈകൾ കൊണ്ട് അയാൾ പത്രം മടക്കി വെച്ചു. മായ അങ്ങോട്ട് ചെന്നു. ശോഷിച്ച കൈകൾ നീട്ടി രാഘവൻ മായയുടെ കയ്യിൽ പിടിച്ചു. നീ ഇപ്പോൾ ലോകം കീഴടക്കിയ റാണിയാണ് മായ. ഞാൻ നിന്നെ ചങ്ങലക്കിടാൻ നോക്കി, പക്ഷേ നീ ആകാശത്തേക്ക് പറന്നു. എനിക്ക് നിന്നോട് മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ല. എൻ്റെ ഈ അവസ്ഥ നീ കാണുന്നത് എൻ്റെ ശിക്ഷയാണ്, രാഘവൻ വിറക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. അയാളുടെ കണ്ണുകളിൽ അഹങ്കാരത്തിന് പകരം ആഴത്തിലുള്ള പശ്ചാത്താപമായിരുന്നു. മായ അയാളെ ദയയോടെ നോക്കി. പ്രതികാരത്തിൻ്റെ തീ അപ്പോഴേക്കും അവളുടെ ഉള്ളിൽ അണഞ്ഞുപോയിരുന്നു. രാഘവൻ, എനിക്ക് നിന്നോട് ഇപ്പോൾ വെറുപ്പില്ല. നീ എന്നെ ഉപേക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും ആ വലിയ വീടിൻ്റെ അടുക്കളയിൽ ഒരു വേലക്കാരിയെപ്പോലെ ഒതുങ്ങിക്കൂടുമായിരുന്നു. നീ എനിക്ക് നൽകിയ വേദനയാണ് എൻ്റെ വിജയത്തിൻ്റെ ഇന്ധനം. അതുകൊണ്ട് ഒരു തരത്തിൽ ഞാൻ നിന്നോട് നന്ദിയുള്ളവളാണ്. മായയുടെ വാക്കുകൾ രാഘവൻ്റെ കണ്ണുകളെ ഇറനണിയിച്ചു. മകൾ സ്നേഹ പൂർണ്ണമായും മായയുടെ അടുത്തേക്ക് മടങ്ങി വന്നു. പശ്ചാത്താപത്തോടെ അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചു. നമുക്ക് ഒരുമിച്ച് ഈ ബിസിനസ് വളർത്താം. അവൾക്ക് മായ തൻ്റെ ബിസിനസ്സിൻ്റെ പുതിയ ശാഖയുടെ ചുമതല നൽകി. തൻ്റെ അറിവുകൾ മകൾക്കും പകർന്നു നൽകാൻ അവൾ തീരുമാനിച്ചു. രാഘവൻ പിന്നീട് ആ ഔട്ട് ഹൗസിൽ കഴിഞ്ഞു. അയാൾക്ക് വേണ്ട ചികിത്സയും പരിചരണവും മായ ഏർപ്പാടാക്കി. പഴയ പ്രതാപമില്ലെങ്കിലും ജീവിതത്തിൻ്റെ അവസാന സമയത്ത് തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനായി അയാൾ അവിടെ തുടർന്നു. മായയുടെ സാന്ത്വനം കേന്ദ്രം ഇന്ന് ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് തണലേകുന്ന ഒരു വലിയ ട്രസ്റ്റായി മാറി. അവിടെയുള്ള സ്ത്രീകൾക്ക് അവൾ തൊഴിലും ആത്മാഭിമാനവും നൽകി. മായയുടെ കഥ കേട്ട് കേരളത്തിലെ വിവിധ കോളേജുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ അവളെ കാണാൻ എത്തിത്തുടങ്ങി. അവരോടൊക്കെ അവൾക്ക് പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: നിങ്ങളുടെ പ്രായമേതുമാകട്ടെ, സാഹചര്യം എത്ര മോശമാകട്ടെ, നിങ്ങളുടെ ഉള്ളിലെ കഴിവിനെ തിരിച്ചറിയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ലോകം നിങ്ങളുടെ കാൽക്കീഴിലാകും. 65-ാം വയസ്സിൽ മായ തൻ്റെ തറവാടിൻ്റെ പൂമുഖത്തിരിക്കുമ്പോൾ അവൾ കണ്ടത് ഒരു വലിയ വിപ്ലവമാണ്. താൻ നട്ട ആ ചെറിയ വിത്ത് ഇന്ന് വലിയൊരു മരമായി പടർന്നു പന്തലിച്ചിരിക്കുന്നു. മുറ്റത്ത് പശ്ചാത്താപത്തിൻ്റെ നിറവിൽ രാഘവൻ ഇരിക്കുന്നു. കൂടെ മായയുടെ തണലിൽ വളരുന്ന സ്നേഹയും. മായയുടെ ജീവിതം നമ്മളോട് പറയുന്നത് ഇതാണ്: ലോകം നിങ്ങളെ തള്ളിക്കളയുമ്പോൾ സങ്കടപ്പെടരുത്. പകരം പുതിയൊരു സാമ്രാജ്യത്തിൻ്റെ തുടക്കമായി അതിനെ കാണുക. തോറ്റു എന്ന ലോകം വിധിയെഴുതുന്നിടത്താണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിജയം തുടങ്ങുന്നത്.
പ്രായമോ സാഹചര്യമോ നിങ്ങളെ തളർത്താൻ അനുവദിക്കരുത്. നിങ്ങളുടെ ഉള്ളിലെ കഴിവിനെ തിരിച്ചറിയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു രാഘവനും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക. നിങ്ങളുടെ ചിറകുകൾ മറ്റൊരാൾ അരിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഉയരത്തിൽ പറക്കാൻ പ്രാപ്തരാണെന്നാണ്. ആത്മവിശ്വാസത്തോടെ മുന്നേറുക. ലോകം നിങ്ങളെ കാത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, മായയുടെ ഈ കഥ നിങ്ങൾക്കും കരുത്തു നൽകുന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക. തോൽവികളിൽ നിന്ന് പുതിയ സാമ്രാജ്യങ്ങൾ പടുത്തുയർത്താൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ. നന്ദി.